അവിടെ പോലീസ് എത്തിയിട്ടുണ്ട്. PC ജോർജിനെ വീട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാണോ നീക്കം? ഇപ്പോൾ അഞ്ജന നമുക്കൊപ്പം ഉണ്ട്. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഈ PC ജോർജിന്റെ ഈരാറ്റുപേട്ടയിലെ വീട്ടിലേക്കാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. ഒപ്പം BJP നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട്. വീട് പരിശോധിക്കാനുള്ള ശ്രമമാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 3 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ വീട്ടിലെത്തിയിരിക്കുന്നത്. വീടിന്റെ പിൻഭാഗം അടക്കമുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ പരിശോധിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ ഷോൺ ജോർജ് വീട്ടിലുള്ളവരുമായി എല്ലാം തന്നെ സംസാരിക്കുന്നുണ്ട്. ഈ വീടിനകത്തുണ്ടോ എന്ന സംശയം പോലീസിനുണ്ട്. അതിനാൽ വീട് പരിശോധിക്കാനുള്ള നീക്കമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുൺ, ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ വീടിനകത്തുണ്ട്. BJP നേതാക്കളുമായി സംസാരിക്കുകയാണ്. ഷോൺ ജോർജ്, ഭാര്യ പാർവതി, PC ജോർജിന്റെ ഭാര്യ ഉഷ ജോർജ് തുടങ്ങിയവരെല്ലാം തന്നെ വീട്ടിലുണ്ട്. പ്രധാനപ്പെട്ട ജില്ലയിലെ BJP നേതാക്കളും എന്നാണ് അഞ്ജന എനിക്കൊന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. PC ജോർജ് 10 മണിയോടുകൂടി സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് അറിയിച്ചിരുന്നതാണ്. പക്ഷേ അതിനു മുൻപ് തന്നെ പോലീസ് ഈരാറ്റുപേട്ടയിൽ PC ജോർജിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് തന്നെ PC ജോർജിനെ കസ്റ്റഡിയിൽ എടുക്കാനാണോ പോലീസിന്റെ നീക്കം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അലി അക്ബർ ഷാ, പോലീസ് ഇപ്പോൾ വളരെ നിർണായകമായൊരു നീക്കം നടത്തിയിരിക്കുന്നു. PC ജോർജിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സ്റ്റേഷനിൽ എത്താമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് PC ജോർജ്. അപ്പോൾ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കസ്റ്റഡിയിൽ എടുക്കുക, മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ PC ജോർജിനെ കസ്റ്റഡിയിൽ എടുക്കാനാണോ പോലീസിന്റെ നീക്കം? അരുൺകുമാർ, PC ജോർജ് എവിടെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നേരത്തെ തന്നെ ഇല്ലായിരുന്നു. PC ജോർജ് വീട്ടിലില്ല എന്നുള്ളതാണ് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസിന് നൽകിയ വിവരം എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ രാവിലെയോടുകൂടി ആദ്യം വീട്ടിലേക്ക് എത്തും. വീട്ടിൽ നിന്നും ഈ പ്രാദേശിക BJP നേതാക്കളുമായി ചേർന്ന് 10 മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമെന്നതായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. ഇപ്പോഴാണ് അതിനു മുൻപ് തന്നെ ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ PC ജോർജിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും വന്ന് ഹാജരാകുന്നതിന് മുൻപ് തന്നെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കമാണോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. അതുപോലെ തന്നെ PC ജോർജ് വീട്ടിലുണ്ടോ എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു പരിശോധന എന്ന നിലയിൽ കൂടിയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായി പൂട്ടുക എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ ഇത്തവണ പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ആവർത്തിച്ച് തന്നെ ഇത്തരത്തിലുള്ളൊരു കുറ്റകൃത്യം ഈ PC ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും കോടതി അലക്ഷ്യം ഉൾപ്പെടെയുള്ള ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ചയില്ല എന്ന നിലയിൽ തന്നെയാണ് നടപടികൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും PC ജോർജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുൻപ് കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഇപ്പോൾ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ PC ജോർജിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രാദേശിക BJP നേതാക്കൾ വീട്ടിലുണ്ട്. അങ്ങനെയെങ്കിൽ പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യവും തള്ളിക്കളയാൻ കഴിയില്ല. വീട്ടിൽ നിന്നും ഇപ്പോൾ വ്യക്തമായി പറഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ ഈ അവസാന സമയത്ത് അദ്ദേഹം ഹാജരാകുമെന്ന് ഉറപ്പായ സമയത്ത് ആരെയോ സുഖിപ്പിക്കാൻ വേണ്ടി ആർക്കൊക്കെയോ വേണ്ടി വിടുപണി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. ആരെയാണോ സുഖിപ്പിക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണോ ഈ അറസ്റ്റ് നാടകം ഉണ്ടാക്കിയത്, ആരെയാണോ സുഖിപ്പിക്കേണ്ടത്, ആ സുഖിപ്പിക്കേണ്ടതിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ ഒരു നാടകം വന്നു എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. പ്രകടനം നടത്തരുതെന്നാണ് പോലീസ്. അല്ല, ഇവിടെ ഈ ജനാധിപത്യ രാജ്യത്തിൽ ഞങ്ങൾ പ്രകടനം നടത്തണം, ഞങ്ങൾ എവിടെ എന്ത് ചെയ്യണം, ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ നാട്ടിലുള്ള പാർട്ടി തന്നെയാണ്. അത് ഞങ്ങൾ തീരുമാനിക്കും. അതല്ല പ്രശ്നം. എങ്ങനെയാണിത് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് തീരുമാനിക്കേണ്ടത് പോലീസല്ല. പോലീസിന്റെ പണി ചെയ്യട്ടെ. പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു തിരക്കഥ ഉണ്ടാക്കുകയാണ്. അതൊരു വിഷയം ഉണ്ടാക്കി വലിയൊരു പ്രശ്നമാക്കി മാറ്റാൻ വേണ്ടി പോലീസ് നടത്തുന്ന അല്ലെങ്കിൽ അതിന്റെ പോലീസിനെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല, പക്ഷേ ഇതിന്റെ മേലാളന്മാർ മുകളിൽ നിന്ന് രാഷ്ട്രീയമായി നടത്തുന്ന ഒരു വലിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അവിടെ ഹാജരാകാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അദ്ദേഹം അതിന്റെ കാര്യങ്ങൾ പാർട്ടിയുടെ ആളുകൾ ആലോചിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യും, അവിടെ ചെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഇന്നിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അല്ല, പ്രകടനം നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ പോലീസിനോടോ അല്ലെങ്കിൽ നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, പ്രകടനം നടത്തിയാൽ പ്രകടനം തടയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, പ്രകടനം നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ തീരുമാനിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ അതേപറ്റി തീരുമാനം എടുത്തിട്ടില്ല. ഇല്ല, നിലവിൽ അഞ്ജന, എനിക്ക് തോന്നുന്നു BJP നേതാക്കൾ അവിടെ എത്തിയ വാർത്ത കണ്ടിട്ട് ഈരാറ്റുപേട്ടയിൽ വീട്ടിലേക്ക് എത്തിയതാണ്. പ്രകടനം നടത്തുകയാണെങ്കിൽ അത് തടയും
എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രകടനം നടത്തരുത് എന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഒന്ന്, കോടതിയുടെ നിർദ്ദേശമുണ്ട്. കോടതി തന്നെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് പി സി ജോർജിനെതിരെ പ്രതികരിച്ചത് എന്ന് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. മതവിദ്വേഷ പ്രസംഗം ഇത് ആദ്യമായിട്ടല്ലല്ലോ. പലതവണ അബദ്ധം നടത്തിയിട്ടുണ്ട് പി സി ജോർജ്. പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നുള്ളതാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെ മതവിദ്വേഷം നടത്തുന്നത് ഒരു മതേതര രാജ്യത്ത് ചേരുന്നതല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇപ്പോൾ